നമുക്കൊന്നൊരു ഔട്ട്ഫിറ്റ് ഫ്രം സ്ക്രാച്ച് നോക്കാം കേട്ടോ. ഒരു ബർത്ത്ഡേ ഫ്രോക്കാണ്. ഞാൻ ക്ലോത്ത് എടുത്തിട്ടുള്ളത് SJ ഡിസൈൻസിനാണ്, തൃശ്ശൂരുള്ള. 250 രൂപയാണ്. 1 മീറ്ററിന് 2 മീറ്റർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഗ്ലിറ്റർ ഫാബ്രിക്കാണ്. നേരെ നമുക്ക് ഡ്രാഫ്റ്റിലോട്ട് പോകാം. അപ്പോൾ എനിക്ക് വേണ്ട ഒരു പാറ്റേൺ എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ 1-2 റെഫറൻസൊക്കെ മിക്സ് ചെയ്ത് ഞാനൊരു ഐഡിയ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതൊന്ന് വരച്ചൊന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു പഫ് സ്ലീവ് ഒക്കെ വരുന്ന ഒരു കോസെറ്റ് മോഡൽ യോക്ക് വരുന്ന താഴത്തേക്ക് നല്ല ലോങ് ആയിട്ട് വരുന്ന ഒരു സിൻഡർല കൈൻഡ് ഓഫ് ഫ്രോക്ക് തന്നെ. അപ്പോൾ ഫ്രോക്ക് തുന്നണത് എൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ, ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫ്രോക്ക് ഡിസൈൻ ചെയ്യണത്. അപ്പോൾ ഇതിൽ ഞാൻ സ്ട്രെയിറ്റ് ആയിട്ടാണ് അതിൻ്റെ ഒരു യോക്ക് പാർട്ട് വരച്ചിട്ടുള്ളത്. പക്ഷേ ഞാൻ തുന്നണത് സ്ട്രെയിറ്റ് ആയിട്ടല്ല കേട്ടോ. ഞാൻ ആ കോസറ്റിൻ്റെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ താഴത്തേക്ക് ഇങ്ങനെ ഒരു യു ഷേപ്പിൽ വരുന്ന ആ ഷേപ്പ് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. അത് എന്താ പറയുക, നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ കാണിക്കാം. അപ്പോൾ ഇത് 2 മീറ്റർ തുണി ആയതുകൊണ്ട് 2 മീറ്റർ തുണിയേ ഉള്ളൂ എൻ്റെ അടുത്ത്. ഞാൻ അത്രയും മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത് 58 ഇഞ്ച് വീതിയിൽ വരുന്ന തുണിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ മിനിമം തുണി വെച്ചിട്ട് മാക്സിമം ഫ്ലയറിൽ തുന്നുന്ന രീതിക്കാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അത് ഞാൻ അമ്പർല താഴത്തെ സ്കേർട്ട് പോർഷൻ അമ്പർലയായിട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ചെയ്യാനായിട്ട് നോക്കിയ സമയത്ത് എനിക്ക് ലെങ്ത്ത് കിട്ടില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് താഴത്തെ ഭാഗം എടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് 10 ഇഞ്ചാണ് ഈ യോക്കിൻ്റെ ലെങ്ത്ത് ടോട്ടൽ വേണ്ടത്. താഴത്തേക്ക് ഒരു 26 ഇഞ്ച്, അങ്ങനെ ടോട്ടൽ 36 ഇഞ്ചാണ് എൻ്റെ ഒരു ഡ്രസ്സിൻ്റെ ലെങ്ത്ത്, ഫുൾ ലെങ്ത്ത്. അതായത് മോൾക്ക് 36 ഇഞ്ച് ലെങ്തിൽ വന്നു കഴിഞ്ഞാൽ അവൾക്ക് ഷോൾഡർ ടു താഴെ വരെയുള്ള ലെങ്ത് വരും കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡ് ഇതായി ഇങ്ങനെ ക്രിസ് ക്രോസ് ആയിട്ടുള്ള വള്ളി കൊടുക്കണം എന്നൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ താഴത്തേക്ക് ഒരു ഹൂപ്പ് സ്കേർട്ടാണ് പ്ലാൻ ചെയ്യുന്നത് കേട്ടോ. സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വേറെ ആയിട്ട് ചെയ്യാം. അതാണ് ഞാൻ ആ സർക്കിളായിട്ട് വരച്ച് വെച്ചിരിക്കുന്നത്. അത് എൻ്റെതായ രീതിക്ക് ഒന്ന് ചെയ്തെടുക്കാം. അതാകുമ്പോൾ നമുക്ക് വേറെയും ഇതുപോലത്തെ കുറച്ചൊരു ഇങ്ങനെ നല്ല രസമായിട്ട് നിൽക്കേണ്ട ഒരു ഡ്രസ്സ് വരുമ്പോൾ അതിൻ്റെ അടിയിലേക്ക് ഇട്ട് കൊടുക്കാമല്ലോ, ആ രീതിക്ക് കേട്ടോ. ഓക്കെ, നമുക്കിനി ബോഡീസ് പാറ്റേൺ ഡ്രാഫ്റ്റ് ചെയ്യാം. അതായത് അതിൻ്റെ പാർട്ട്. അപ്പോൾ ഞാൻ എടുക്കുന്നത് 4.5 ഇഞ്ച് ഷോൾഡർ എടുക്കുന്നുണ്ട്, 4.5 ഇഞ്ച് ആം ഹോൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു ലൈൻ കൊടുക്കുന്നുണ്ട്. ഞാൻ ചെസ്റ്റ് കൊടുക്കുന്നത് 6 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത്. 2 ഇഞ്ച് ഞാൻ സീം അലവൻസും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത് ഞാൻ ആ ബാക്കിൽ ഇങ്ങനെ ക്രിസ് ക്രോസ് ആയിട്ടുള്ള വള്ളി ഉദ്ദേശിച്ചിട്ടുള്ളത് കട്ട് ചെയ്യാതെ ക്ലോത്തിന് പുറത്ത് തന്നെ വരുന്ന രീതിക്കാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഈ 6 ഇഞ്ച് എടുത്തിട്ടുള്ളത്. ആക്ച്വലി എൻ്റെ മുകളിലെ ചെസ്റ്റിൻ്റെ സൈസ് 22 ഉള്ളൂ. അപ്പോൾ 6ൻ്റെ ആവശ്യമില്ല, എന്നാലും അഡീഷണൽ സ്പേസ് ഇട്ട് കൊടുത്തിട്ടുള്ളതാണ്. ഈ ആം ഹോളിൻ്റെ അവിടെ നിന്ന് ഒരു 3/4 ഇഞ്ച് ഇങ്ങോട്ട് നീക്കി വരച്ചിട്ട് നമുക്ക് ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് വെട്ടണമല്ലോ, അപ്പോൾ ആ രീതിക്ക് അതും ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ഭയങ്കര ഒതൻറ്റിക് ആയിട്ടുള്ളൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ടൊന്നുമല്ല ചെയ്യുന്നത്. ഒരു വർക്ക് ഫ്ലോ അല്ലെങ്കിൽ ഒരു മേക്കിംഗ് വീഡിയോ, അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം, എങ്ങനെ കൊണ്ടുപോകണു എന്നുള്ളതിൻ്റെ ആ ഒരു രീതിക്ക് എടുക്കാം കേട്ടോ. നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ ഇതൊന്ന് മനസ്സിലാവും. എന്നാലും ഒരു പക്ക ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ് ഇത് എന്നുള്ള ഒരു ഇതിനെ അപ്രോച്ച് ചെയ്യരുത് കേട്ടോ. പറഞ്ഞു തരാൻ പറ്റുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നുണ്ട്. എന്നാലും നിങ്ങളൊന്ന് ഒരു ഐഡിയ എന്നുള്ള രീതിക്ക് എടുത്താൽ മതി. ഞാൻ 2 ഇഞ്ചിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് ഞാൻ 3.5 ഇഞ്ച് ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഞാനൊരു നെക്കിൻ്റെ ഒരു ഡിസൈൻ വരച്ച് കൊടുക്കുന്നുണ്ട്. ഈ നെക്ക് ഞാൻ ഈ പാറ്റേണിലോ നമ്മൾ തുണിയിൽ ഇതാക്കുമ്പോഴോ കട്ട് ചെയ്യണില്ല കേട്ടോ ഫസ്റ്റ്. ഇപ്പം ഞാൻ ഈ ഒരു നെക്ക് ലൈനിൻ്റെ ആ 2 ഇഞ്ച് ഉണ്ടല്ലോ, അവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് പുറത്തേക്ക് നീക്കിയിട്ട് ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കിതിനെ വീണ്ടും ഒന്ന് ഡിവൈഡ് ചെയ്യാം കേട്ടോ. ഞാനൊരു 2-2.5 ഇഞ്ച് പുറത്തേക്ക് നീക്കിയിട്ടുണ്ട്. എഗെയിൻ അവിടെ ഞാനൊരു ലൈൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നിങ്ങൾ ആ കോർസെറ്റിൻ്റെ ഒരു പാറ്റേൺ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് നെക്കിൻ്റെ അവിടെ നിന്ന് താഴത്തോട്ട് ഇങ്ങോട്ടാണ്, പ്രിൻസസ് ലൈനല്ല, അതുപോലെയല്ല കോർസെറ്റ് നമ്മൾ വളച്ചിട്ടൊന്നും വരയ്ക്കില്ല, സ്ട്രെയിറ്റ് ആയിട്ടാണ് വരകൾ കൊടുക്കുക കേട്ടോ. നമുക്ക് ഈ ഒരു രീതിയിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ബാക്ക് ആം ഹോളിൻ്റെ രീതിക്ക് കട്ട് ചെയ്യാം. അതിന് ശേഷം സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രണ്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ താഴത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു എന്നുണ്ടെങ്കിലും താഴത്തേക്ക് ആ കേർവി ആയിട്ടുള്ള പോർഷൻ ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു മാർക്കിങ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുത്താൽ മതി. അത് നിർബന്ധമില്ല. പക്ഷേ കോർസെറ്റ് എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും കാണുന്നത് ആ താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ടുള്ളൊരു രീതിക്കാണല്ലോ. ഇതിപ്പോൾ ഞാൻ കൊടുത്തിട്ടുള്ള പോലെ ആദ്യം ഇതൊന്നിച്ച് വെട്ടിയെടുത്തിട്ട് നമുക്ക് പിന്നെ ഇതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് ബാക്ക് സൈഡ് നമുക്ക് എടുക്കാം കേട്ടോ.
അപ്പോൾ ഇപ്പോൾ ഫ്രണ്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി ആ പീസിനെ അലൈൻ ചെയ്ത് ഈ ചാർട്ട് പേപ്പറിൽ അലൈൻ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ബാക്ക് പാറ്റേൺ വെട്ടിയെടുക്കാം. നമ്മൾ ആം ഹോൾ വെട്ടിയെടുത്തിട്ടുള്ളത് ബാക്ക് ആം ഹോളാണ്. ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് വെട്ടിയത് അവിടെ തന്നെ ഉണ്ട്, അത് വെട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ബാക്ക് സൈഡിൻ്റെ പാറ്റേൺ ട്രേസ് ചെയ്തിട്ട് നമ്മൾ വരച്ചു. എന്നിട്ട് അതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. സീം അലവൻസ് ഇട്ട് കൊടുത്തിട്ടുള്ളതാണ്. എന്താണ് 2 സൈഡിലും. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് സീമിനി തുണിയിലേക്ക് കട്ട് ചെയ്യുമ്പോൾ ആഡ് ചെയ്യേണ്ട. പക്ഷേ നമ്മൾ ഇനി ഇതിനെ സെൻറ്റർ ഇതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുമല്ലോ, അതായത് സെപ്പറേറ്റ് ചെയ്യുമല്ലോ പീസ്. അപ്പോൾ ആ സെപ്പറേഷൻ വരുന്നിടത്തൊക്കെ നമുക്ക് സീം അലവൻസ് തുണിയിൽ മാർക്ക് ചെയ്യുമ്പോൾ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ കുറഞ്ഞു പോകും ആ രീതിക്ക്. അപ്പോൾ ഞാൻ ഇതിനെ ഇങ്ങനെ എന്താണ് ഡിവൈഡ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഇത് ഫ്രണ്ട് പാർട്ടല്ലേ, അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫ്രണ്ട് ആം ഹോൾ ഇവിടെ നിന്ന് കുഴിച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിതിനെ സെപ്പറേറ്റ് ചെയ്യാം. സെപ്പറേറ്റ് ചെയ്തിട്ട് ഞാനത് വെച്ച് കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് വരിക എന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ പാർട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി ഒഴിവാക്കല്ല, മാറ്റി വെക്കണം കേട്ടോ, നമുക്ക് ആവശ്യമുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് പാർട്ട് നമ്മൾ 2 ഇഞ്ച് മാർക്ക് ചെയ്തതിൽ നിന്ന് താഴെ ഒരു 1/2 ഇഞ്ച് പുറത്തേക്ക് നീക്കി മാർക്ക് ചെയ്തിട്ട് ചെരിച്ച് വരച്ചിട്ടുണ്ടായിരുന്നു, അത് മാറ്റി. അപ്പോൾ നമുക്ക് മൊത്തം എത്ര പാർട്ട് കിട്ടി നോക്കൂ കേട്ടോ. നമുക്ക് നമ്പർ ചെയ്തൊക്കെ വെക്കാം. ഇതാണ് ഇതിൻ്റെ സെൻറ്റർ പോർഷൻ വരുന്നത്. ഓക്കെ, ഞാൻ വെച്ച് നോക്കുമ്പോഴേക്ക് തെറ്റിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, ഇപ്പോൾ കറക്റ്റായി സെൻറ്റർ വന്നു. 2 സൈഡ് പാനൽസ് അപ്പുറത്തും പിന്നെ ഇതങ്ങനെ. അപ്പോൾ നമുക്ക് എത്ര വരുന്നുണ്ട്? 1 2 3 4 5 5 പാർട്ട് വരും കേട്ടോ. അതായത് സെൻറ്ററിൽ ഒരു സിംഗിൾ പീസ്, പിന്നെ അപ്പുറത്തും 2 പീസ് വെച്ചിട്ട് അങ്ങനെ 5 പീസ് വരും കേട്ടോ ഫ്രണ്ട് പാർട്ട്. നമുക്ക് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്പറൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ട് വെക്കാം കേട്ടോ. ഇനി ഇത് അങ്ങ് മാറ്റി വയ്ക്കുക. ഇതാണ് നമ്മുടെ ബാക്ക് സൈഡിൻ്റെ പേപ്പർ ഡ്രാഫ്റ്റ്. ഇതും നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ആക്ച്വലി ഞാൻ കട്ട് ചെയ്തെടുക്കണമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ബാക്കിൽ എനിക്കൊരു ലൂപ്പ് കൊടുക്കാൻ ആഗ്രഹമുണ്ട് തുണിയുടെ കൂടെ തന്നെ. കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടല്ല, ഐ മീൻ ക്ലോത്ത് അവോയ്ഡ് ചെയ്തിട്ടില്ല. ക്ലോത്ത് ഉണ്ടാവും, ആ ക്ലോത്തിലിരിക്കുന്ന പോലെ തന്നെ നിങ്ങൾ ഫ്രണ്ടിൽ കണ്ടില്ലേ ആ ബാക്കിൽ അതിൻ്റെ ഡിസൈൻ എങ്ങനെയാണ് എന്നുള്ളത്. ആ രീതിക്ക് ലൂപ്പ് കൊടുക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഇങ്ങനൊരു സെപ്പറേഷൻ കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് നന്നായിട്ട് ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ ഞാൻ ആദ്യം സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് എന്നിട്ട് അത് മാറ്റാണ് കേട്ടോ. കാരണം നമുക്കൊരു ആംഗിളിലായിട്ടല്ലേ വേണ്ടത്. അപ്പോൾ ആംഗിളിൽ കൊടുക്കുക വെച്ചിട്ട് അവിടെ നിന്ന് ഒരു 1 ഇഞ്ച് പുറത്തേക്ക് നിൽക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളത് ശ്രദ്ധിക്കുക എന്താണ് ഞാൻ ചെയ്യണമെന്നുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് എന്താണ് ആ ആംഗിളിലേക്ക് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ബാക്ക് പാർട്ടും 3 പീസായി. ഞാനിതിപ്പോൾ ഇങ്ങനെ ചെയ്യണത് ഒരു വീഡിയോ റെഫറൻസ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോയിൽ കണ്ട പാറ്റേൺ നോക്കിയിട്ടോ ഒന്നുമല്ല കേട്ടോ. നമ്മൾ ഇങ്ങനെ പറയില്ലേ ഒരു കൈക്കണക്ക്, ആ രീതിക്കാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ ചെയ്ത് നോക്കി വരുമ്പോൾ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവും. നമുക്ക് എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത് നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ചിട്ടൊന്ന് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിയ ഫാബ്രിക്കിൽ നിന്ന് യോക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള ഫാബ്രിക്. അതിൻ്റെ ബാലൻസ് ഉള്ളത് എനിക്ക് സ്കേർട്ടിന് എത്ര ലെങ്ത്ത് വേണം ഞാൻ പറഞ്ഞുള്ളൂ, 26 ഇഞ്ച് ലെങ്ത്താണ് എനിക്ക് വേണ്ടത്, ഹൈറ്റാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ ആ 26 ഇഞ്ച് കണക്കാക്കിയിട്ട് ഒരു 26 ഇഞ്ചിലുള്ള തുണിയല്ല, സീം അലവൻസ് ഒക്കെ ആഡ് ചെയ്തിട്ട് അത് ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതല്ലാണ്ട് യോക്കിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുള്ള പീസാണ്. അപ്പോൾ ഈ ഒരു പീസിലേക്ക് നമ്മൾ വെട്ടി വെച്ച പാറ്റേൺസ് വെച്ച് ആദ്യം നമുക്ക് ചോക്കൊന്ന് വെച്ച് വരച്ച് മാർക്ക് ചെയ്തെടുക്കണം. അതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കാരണം ഈ തുണി കുറച്ചൊരു എന്താ പറയുക, പിടിച്ചാൽ അത്ര ഈസി ആയിട്ടൊന്നും കിട്ടാത്തൊരു തുണിയാണ്. ഭയങ്കര ജോർജറ്റ് പോലെ അത്രയും സ്ലിപ്പറി ആയിട്ടുള്ള തുണിയല്ല, എന്നാലും ഇങ്ങനെ വരയ്ക്കാനൊക്കെ ഒരു ഇത്തിരി പാടുള്ള തുണിയാണ്. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെച്ച് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വരയ്ക്കാം. ഇവിടെ നമുക്ക് മീതയും താഴെയും സീം അലവൻസ് വേണ്ട, പക്ഷേ ഈ സെൻറ്റർ പോർഷൻ മറ്റേ 2 പോർഷനായിട്ട് ജോയിൻ ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു 1/2 ഇഞ്ചോ അല്ലെങ്കിൽ നിങ്ങളെങ്ങനെയാണെന്ന് വെച്ചാൽ 2 പോയിൻറ്റോ നിങ്ങൾ എത്രയാണോ സീം അലവൻസ് കൊടുക്കണേ അത് തന്നെ എല്ലായിടത്തും കൊടുക്കുക. സ്റ്റിച്ച് ചെയ്യുമ്പോഴും അത് തന്നെ എടുത്ത് സ്റ്റിച്ച് ചെയ്യുക. അത്രയേ ഉള്ളൂ. അതിൽ നോക്കാനായിട്ട് ഒരുപാട് കൊടുക്കേണ്ട, 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ ഒക്കെ കൊടുത്താൽ തന്നെ ധാരാളമായി. അപ്പോൾ ഞാൻ ഈ 2 സൈഡിലത്തെ സീം അലവൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. മീതിയും താഴെ നമുക്ക് സീം അലവൻസ് വേണ്ട. എന്നിട്ട് അതിൻ്റെ നെക്സ്റ്റ് പീസ് അതിലും നമുക്ക് ആ ഒരു ഭാഗത്ത് എന്ത് വേണം, സീം അലവൻസ് വേണം. കാരണം അതവിടെ ജോയിൻ ചെയ്യേണ്ടതല്ലേ. ആം ഹോളിൻ്റെ അവിടെ നമുക്ക് അലവൻസ് വേണ്ട, ഇപ്പുറത്തെ സൈഡിൽ വേണ്ട. അത് ബാക്ക് പാർട്ടാണ് കേട്ടോ. എന്നിട്ട് ഞാനിതാ ഇങ്ങനെ വെച്ചിട്ട് വരച്ചെടുക്കുന്നുണ്ട്. ക്ലോത്ത് വേസ്റ്റ് ആവാതിരിക്കാനായിട്ട് മാക്സിമം അടുപ്പിച്ച് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ വരയ്ക്കുന്നത്. അപ്പോൾ ഈ പാർട്ട് കിട്ടി. സീം അലവൻസ് കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കട്ട് ചെയ്യുമ്പോൾ
അത് ശ്രദ്ധിച്ചിട്ട് തന്നെ കട്ട് ചെയ്യുക കേട്ടോ, നമ്മൾ അലവൻസ് ഇട്ടിട്ടില്ലേ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു പാർട്ട് എടുത്തു. ഇനി നമുക്ക് ഒരു പാർട്ടും കൂടെ ഇതിൽ വരച്ചെടുക്കാനുണ്ട്. അപ്പോൾ അതാ ആ പാർട്ട് നമ്മൾ വരച്ചെടുക്കുകയാണ്. തിരിച്ച് വെച്ചിട്ട് വരയ്ക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതേ ഡയറക്ഷനിൽ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്ത് വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ എങ്ങനെയാണ് പാറ്റേൺ വെച്ചിട്ട് കട്ട് ചെയ്യണമെന്നുള്ളത് നമുക്ക് തോന്നിയ പോലെയല്ല, കറക്റ്റ് എങ്ങനെയാണോ അലൈൻഡായിട്ട് വരേണ്ടത് ആ രീതിക്ക് നമ്മൾ വരച്ചിട്ട് മാർക്ക് ചെയ്യുക. അപ്പോൾ ഇത് ആം ഹോളാണ്. ഈ അറ്റത്ത് സൈഡ് സീമാണ്. അത് അവിടെ ഓൾറെഡി അലവൻസ് ഉണ്ട്, നമ്മൾ ആഡ് ചെയ്യേണ്ട. അലവൻസ് ഇട്ടിട്ടാണ് നമ്മളത് കട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പുറത്തെ ഭാഗത്ത് സെൻറ്റർ പാർട്ടിൻ്റെ ജോയിൻ ചെയ്യേണ്ട ആ പോർഷനിൽ, ഇപ്പം ഞാൻ വരയ്ക്കുന്ന പോർഷനിൽ നമുക്ക് അലവൻസ് വേണം. അവിടെ ഒരു 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ നിങ്ങളുടെ സൗകര്യാർത്ഥം അവിടെ അലവൻസ് ഇട്ട് കൊടുക്കുക. ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ നമുക്ക് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടിൻ്റെ എല്ലാ പീസുകളും ഒക്കെ വരച്ചിട്ട് ലൈനിലൂടെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനത് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. കട്ട് ചെയ്യുമ്പോൾ സൂക്ഷിക്കുക, കട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു 4 പ്രാവശ്യം ചെക്ക് ചെയ്യുക വരച്ചിട്ടുള്ളത് കറക്റ്റ് അല്ലേ. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമ്മൾ വെക്കുമ്പോൾ 2 സൈഡിലേക്ക് നമുക്ക് കിട്ടില്ലേ എന്നുള്ളത് ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ കഴിഞ്ഞിട്ട് പിന്നെ അത് അങ്ങോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ തുണിയൊക്കെ പ്രത്യേകിച്ച് ഇതിൻ്റെ ബാക്ക് സൈഡ് ഒരു ബ്ലാക്ക് ഷെയ്ഡിലാണ് വരുന്നത്. അകം പുറം ഒരേപോലെയും കൂടിയല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെയും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു. അതായത് തിരിഞ്ഞു പോവുകയാണെങ്കിൽ ഒരേപോലത്തെ നല്ല വശം ചീത്ത വശം ഇല്ലാത്ത തുണിയാണെങ്കിൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നു. അപ്പം അങ്ങനെ അല്ലാത്തൊരു തുണി ആവുമ്പോൾ അത് നല്ല കെയർഫുള്ളായിട്ട് തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ എല്ലാം കൂടെ ഒറ്റയടിക്ക് വരച്ചിട്ട് ഒന്നിച്ചങ്ങ് കട്ട് ചെയ്യല്ല. കാരണം ഇത് ക്ലോത്ത് ഹാൻഡിൽ ചെയ്യാനുള്ള എളുപ്പത്തിനും പിന്നെ നമ്മൾ ചോക്ക് വെച്ച് വരച്ചത് കൊണ്ട് അത് പിന്നെ കൈ തട്ടി അവിടെ തട്ടി ഇവിടെ തട്ടി ഇത് മായണ്ടെന്നുള്ളത് കൊണ്ടും ഒരു സെറ്റ് ചെയ്തിട്ട് അത് മാറ്റി വെച്ചിട്ട് പിന്നെ അങ്ങനെ കേട്ടോ, അങ്ങനെയാണ് ചെയ്യണത്. അപ്പോൾ ഞാനിപ്പോൾ ഈ തുണി വെച്ച് കാണിച്ചു തരാം. നമ്മൾ കറക്റ്റായിട്ടാണ് അത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തിട്ടുള്ളത്, കണ്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്ക് പാർട്ടായിട്ടോ. ഇനി ആ 2 ജോയിനിങ് വരുന്ന ഭാഗത്ത് നമ്മൾ ലൂപ്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യും. അപ്പോൾ നമുക്ക് ലൂപ്സ് കിട്ടും. നെക്കൊന്നും നമ്മളിതിൽ ചെയ്യണില്ല. ഇത് അതേപോലെ ഞാൻ എന്ത് ചെയ്തിട്ടുള്ളതാണ്, ഫ്രണ്ട് പാർട്ടിൻ്റെ പീസുകൾ കട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അതിൽ ഞാൻ ആ ഒരു ഭാഗം കട്ട് ചെയ്തു, എന്നിട്ട് അതിനെ ഫ്ലിപ്പ് ചെയ്ത് തിരിച്ച് വെച്ചിട്ടാണ് അപ്പുറത്തെ പോർഷൻ കട്ട് ചെയ്യണത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് രണ്ടെണ്ണം വരയ്ക്കണ്ടല്ലോ. അങ്ങനെയും ചെയ്യാം കേട്ടോ. നിങ്ങളുടെ സൗകര്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നോക്കിയിട്ട് ചെയ്യുക. ഇപ്പോൾ ഇത് ഏറ്റവും ലാസ്റ്റത്തെ സൈഡിലെ ലാസ്റ്റ് പീസാണ് ഫ്രണ്ട് പാർട്ടിൻ്റെ. അതെങ്ങനെ കട്ട് ചെയ്യണമെന്നുള്ളത് നോക്കിയോളൂ. അതാ ഞാനിങ്ങനെ വെച്ച് വരച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തിരിഞ്ഞു പോയി. ഓക്കെ, ശ്രദ്ധിക്കണം കേട്ടോ, തിരിഞ്ഞു പോയി. അപ്പോൾ ആം ഹോളിൻ്റെ ഭാഗം കണ്ടോ, അത് ഈ ഭാഗത്താണ് വരിക. അപ്പോൾ നമുക്ക് സീം അലവൻസ് വേണ്ടത് എവിടെയാണ്, റൈറ്റ് സൈഡിൽ. ഇപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ റൈറ്റ് സൈഡിലാണ് നമുക്ക് സീം അലവൻസ് വേണ്ടത്, ഇപ്പുറത്തെ ഭാഗത്ത് വേണ്ട. അപ്പോൾ അതൊക്കെ നോക്കി കൃത്യമായിട്ട് അതൊരു പീസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്തെ ഭാഗം കിട്ടാൻ വേണ്ടിയിട്ട് ഈ കട്ട് ചെയ്ത പീസിന് ഫ്ലിപ്പ് ചെയ്ത് വെച്ചിട്ട് നേരെ തുണിയിലേക്ക് ഫ്ലിപ്പ് ചെയ്ത് വെച്ചിട്ട് അതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഞാൻ പറയണത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ. ഞാൻ വീഡിയോ ഒരുപാട് സ്പീഡാക്കിയിട്ടില്ല. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ അങ്ങനെ ഫുള്ളായിട്ട് പറയണമില്ല. പക്ഷെ പറയണത് എന്തോ അത് എല്ലാവർക്കും കിട്ടണമെന്ന് ഓർത്തിട്ടാണ് കേട്ടോ ഈ ഒരു സ്പീഡിൽ പറഞ്ഞു പോയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ആ സ്പീഡ് ബട്ടൺ ഇസ് ഓൾ യുവേഴ്സ്. നിങ്ങൾക്ക് സ്പീഡപ്പ് ചെയ്തിട്ട് കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ അതാ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ദെൻ നമുക്കിത് ഫ്ലിപ്പ് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് അപ്പുറത്തതിന് വേണ്ടിയിട്ടുള്ള പീസ് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്കിത് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പുറത്തെ പീസ് വെച്ചിട്ട് നോക്കിയിട്ട് അതേപോലെ സമയമെടുത്ത് തന്നെ കട്ട് ചെയ്തോളൂ കേട്ടോ, ഒരു പ്രശ്നവുമില്ല. അങ്ങനെ തുണി നമ്മുടെയാണ്, സമയം നമ്മുടെയാണ്. എന്തെങ്കിലും അബദ്ധം ചെയ്ത് വെച്ചിട്ട് പിന്നെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കണ്ടല്ലോ. ഓക്കെ, ഇപ്പോൾ ഞാൻ ആ പേപ്പർ പാറ്റേണും കാര്യങ്ങളും എല്ലാതും ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ പാർട്ട് ഞാനൊന്ന് അലൈൻ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, കണ്ടോ, റൈറ്റ് സെൻറ്റർ വെച്ചു, അതിൻ്റെ അപ്പുറത്തുള്ള ഭാഗം വെച്ചു. അത് കഴിഞ്ഞിട്ട് 2 സൈഡിലുള്ള പീസും ഉണ്ട്. അപ്പോൾ ഞാൻ അലവൻസ് മാർക്ക് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് വരാം കേട്ടോ. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കുഞ്ഞി കഷ്ണ തുണികളൊക്കെ ഇതിലാകെ അത്രയും ബാക്കിയുള്ളൂ. ഇത് ഞാൻ സ്കേർട്ടിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള തുണിയാണ്. അതായത് നമുക്ക് 2 മീറ്റർ തുണി ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ 26 ഇഞ്ച് ലെങ്ത്ത് നമുക്ക് കിട്ടണം. അപ്പോൾ അത് കണക്കാക്കിയിട്ടാണ് തുണി എടുത്തിട്ടുള്ളത്. സീം അലവൻസ് നിങ്ങൾ നല്ലോണം മടക്കി അടിക്കുമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് 2 ഇഞ്ചൊക്കെ എടുക്കാം. അങ്ങനെ കട്ടിയിൽ അടിക്കുക വെച്ചാൽ ഞാനിപ്പോൾ അത് കട്ടിയിലൊന്നും അടിക്കുന്നില്ല, ജസ്റ്റ് റോൾ ഹെം ചെയ്യണേ ഉള്ളൂ താഴെ. പിന്നെ ഇത് കൈക്കുള്ള തുണിയാണ്. ഇപ്പോൾ ഇതിന്ന് ലെവലായിട്ടുള്ള ഒരു ഭാഗം
നോക്കിയെടുത്തിട്ട് ആ ഭാഗം ഹൈറ്റ് കുറച്ച് പഫ് സ്ലീവ് വേണമല്ലോ, അപ്പോൾ ഇത്രയും പോർഷനിലാണ് എനിക്ക് ഒരു പഫ് സ്ലീവിന് വേണ്ട ഒരു ഹൈറ്റും അത്രയും ഭാഗ്യം ലെവലായിട്ടുള്ളൂ, ഒരേ ഹൈറ്റിലേ ഉള്ളൂ. അപ്പോൾ ആ ഭാഗം കട്ട് ചെയ്തിട്ട് ഞാൻ സ്ലീവ് കട്ട് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇപ്പം തൽക്കാലം ഞാനത് അവിടെ വെക്കുന്നുണ്ട് കേട്ടോ, നമുക്ക് നോക്കിയിട്ട് ചെയ്യാം അത്. അപ്പോൾ സ്ലീവ് അവിടെ ഇരിക്കട്ടെ. ഇനി ബാക്കിൽ നമുക്ക് ഈ വള്ളികളും ലൂപ്പൊക്കെ വേണമല്ലോ, അപ്പോൾ അതിന് ഇങ്ങനെ ഒരു കഷ്ണം വേണം. അപ്പോൾ അതിന് പറ്റിയിട്ടുള്ള ഒരു കഷ്ണം ഞാൻ നീളത്തിൽ കിട്ടാവുന്നത് ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ, നമുക്ക് മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ട്. ഈ ഫാബ്രിക്ക് കുറച്ച് സ്ട്രെച്ചി ആയിട്ടുള്ള ഫാബ്രിക്കാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഗ്ലിറ്റർ അത്യാവശ്യം നന്നായിട്ട് ഡ്രസ്സ് ഇടുന്ന സമയത്ത് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഐ നെവർ റെക്കമെൻഡ് ദിസ് ഫാബ്രിക് എന്ന് ഞാനത് എടുത്തു പോയി. തുണി നല്ല രസമുള്ള തുണിയാണ് കേട്ടോ, ഭയങ്കര ഭംഗിയായിരുന്നു സ്റ്റിച്ച് ചെയ്തിട്ട്. ഭംഗിയായിരുന്നു എന്നല്ല, ഭംഗിയാണ് സ്റ്റിൽ സ്റ്റിച്ച് ചെയ്തിട്ട് അത് ഇട്ടിട്ടൊക്കെ കാണാനായിട്ട് നല്ല കിടിലം ഒക്കെയാണ്. പക്ഷേ ഈ ഒരു പ്രശ്നമുണ്ട്, ഗ്ലിറ്റർ മേല് മുഴുവൻ ഗ്ലിറ്ററാവും. അപ്പോൾ ഞാൻ അതിലേക്കുള്ള ലൈനിങ് കട്ട് ചെയ്യാണ്. ലൈനിങ് സാധാരണ 44 ഇഞ്ചിൻ്റെ ക്രീപ്പിൻ്റെ ലൈനിങ്ങാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ലൈനിങ് എനിക്ക് വേണ്ട ലെങ്ത്തിൽ ഞാൻ കട്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും ഒന്നും ഞാൻ അങ്ങനെ കറക്റ്റായിട്ട് പറയാത്തതെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് എത്ര ഫാബ്രിക് ഉണ്ടോ അതിനനുസരിച്ച് എടുത്തോളാം. ഹൈറ്റ് മാത്രം നോക്കിയാൽ മതി. ഇപ്പം എൻ്റെ മോളുടേത് 26 ഇഞ്ചാണ് എനിക്ക് സ്കേർട്ടിൻ്റെ ലെങ്ത്ത്. അപ്പോൾ ഞാൻ മീതയ്ക്ക് ഒരു 1/2 ഇഞ്ചും 26.5, പിന്നെ താഴത്തേക്ക് ഒരു 1 ഇഞ്ചോളം എടുത്തിട്ടുണ്ട്. കാരണം നമുക്കിത് കോർസെറ്റ് ആ ഒരു കയറി ഇറങ്ങിയിട്ടുള്ള രീതിയിലേക്ക് വരുമ്പോൾ ഒന്ന് ലെവൽ ചെയ്യേണ്ടതായിട്ടൊക്കെ വരും. അപ്പോൾ അങ്ങനെ ലെങ്ത്ത് നോക്കി എടുത്തിട്ടുണ്ട്. 26 ഇഞ്ച് ലെങ്ത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 28 ഇഞ്ച് 29 ഇഞ്ച് എടുത്തിട്ടുണ്ടെന്ന് കൂട്ടിക്കോളൂ, എല്ലാ ട്രിമ്മിങ്ങൊക്കെ കഴിഞ്ഞ് കറക്റ്റ് ലെങ്ത്ത് കിട്ടാനായിട്ട്. അപ്പോൾ ഇപ്പോൾ 2:45 കേട്ടോ സമയം എൻ്റെ ഈ കട്ടിങ്ങൊക്കെ കഴിഞ്ഞപ്പോൾ. ഇനി ഇന്നത്തെ ഇതിൽ ഫിനിഷ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. അപ്പം ഞാൻ നെക്സ്റ്റ് ചെയ്യുന്ന പരിപാടി പറയുന്നത്, ഞാൻ ഈ മെയിൻ പാർട്ടും ലൈനിങ്ങും കൂടെ ജോയിൻ ചെയ്യണത് ഇങ്ങനെയാണ് കേട്ടോ. അതായത് ലൈനിങ്ങിൻ്റെ തുണിയിലേക്ക് ഞാനിങ്ങനെ ഇതിൻ്റെ മെയിൻ പാർട്ടിൻ്റെ പീസുകൾ വെച്ച് തയ്ച്ച് കൊടുക്കുകയാണ് കേട്ടോ. അതല്ലാതെ ലൈനിങ്ങും മെയിൻ പാർട്ടൊക്കെ വെച്ച് കട്ട് ചെയ്തതിന് ശേഷമല്ല ഞാൻ തയ്ച്ചതിന് ശേഷമാണ് അത് കട്ട് ചെയ്യണത്. കാരണം പ്രത്യേകിച്ച് ഇങ്ങനത്തെ തുണിയാവുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ അത് ചിലപ്പോൾ അത് പിടിച്ചെടുത്ത് കിട്ടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവും. ചിലപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ ആവില്ല കട്ട് ചെയ്ത് കഴിയുമ്പോൾ തുണി ഇരിക്കുന്നുണ്ടാവുക. കട്ട് ചെയ്യുമ്പോഴൊക്കെ അത് സ്ട്രെയിറ്റ് ആണെന്നൊക്കെ നമുക്ക് തോന്നും, പക്ഷെ കട്ട് ചെയ്ത് കഴിഞ്ഞ സമയത്ത് അത് ചിലപ്പോൾ വളഞ്ഞും തിരിഞ്ഞൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ റിസ്ക്കൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ തുണിയൊക്കെ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ ഇതാകുമ്പോൾ കുറേ സേഫാണ്. കുറച്ചൊന്ന് തുണി ഇതായിപ്പോയി എന്ന് ഓർത്താൽ ഇതുപോലെ ചെയ്താൽ മതി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കട്ട് ചെയ്തെടുത്തു. ഇനി ഇതിൻ്റെ ബാക്ക് പാർട്ടിൽ ലൂപ്സ് വെക്കണം കേട്ടോ. അപ്പോൾ ഒരു വള്ളി ഇങ്ങനെ നീളത്തിൽ നമ്മൾ തുണി അടിച്ചെടുത്തിട്ടുണ്ടായല്ലോ, അപ്പോൾ അതിങ്ങനെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് താഴേന്ന് പിടിപ്പിച്ച് കൊടുക്കുന്നത് കേട്ടോ. 1/2 ഇഞ്ച് ജോയിനിങ് പാർട്ട് ഉണ്ടല്ലോ, 1/2 ഇഞ്ച് വിട്ടിട്ട് മുകളിലേക്ക് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നെക്ക് അടിച്ച് മറിക്കാനുള്ള സ്പേസ് വിട്ടിട്ട് അതിൻ്റെ 1 ഇഞ്ച് താഴത്തേക്ക് ലൂപ്സ് അടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എല്ലാം ഒന്നും ഇതിൽ അണുവീണ വിടാതെ കാണിക്കണില്ല, നിങ്ങൾക്കറിയുന്ന പാർട്ടുകളൊക്കെ ഉണ്ടാവും, അത് നിങ്ങൾ ചെയ്യും. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകാമെന്ന് ആണ് കേട്ടോ ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇതിലത് കാണിച്ചില്ലല്ലോ, ഇത് കാണിച്ചില്ലല്ലോ, അത് പറഞ്ഞിട്ടില്ലല്ലോ, ഇത് പറഞ്ഞിട്ടില്ലല്ലോ, അങ്ങനെ പറയരുത്. പറ്റാവുന്നത് കാണിക്കുന്നുണ്ട് ഞാൻ. പിന്നെ ഈ ലൂപ്സിൻ്റെ എണ്ണം, അതിൻ്റെ വള്ളിയുടെ കനം, അതൊക്കെ നിങ്ങളുടെ ഒരു മനോധർമ്മത്തിനനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. ഇവിടെ ഇത്ര വീതി വേണ്ട എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ വീതി കുറയ്ക്കാം. പിന്നെ നിങ്ങൾക്ക് ഒരുപാട് ലൂസ് വേണ്ടാന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. കംപ്ലീറ്റ് കസ്റ്റമൈസേഷൻ നിങ്ങളുടെ കുട്ടിക്ക് എങ്ങനെയാണ് കംഫർട്ടബിൾ എന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്തോളൂ, അതിലൊന്നും പ്രശ്നമൊന്നുമില്ല. എത്ര ഭംഗിയുള്ള ഉടുപ്പാണെങ്കിലും ഇടാൻ നല്ല സുഖമായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ കുട്ടികളൊന്നും ഇടാൻ തന്നെ പോടില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ മാക്സിമം കംഫേർട്ട് ഇതിൽ കിട്ടുന്ന രീതിക്ക് തന്നെ ഇങ്ങനത്തെ പ്രിൻസസ് സ്റ്റൈൽ ഫ്രോക്സൊക്കെ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. അതെല്ലാം എന്നുണ്ടെങ്കിൽ അത് അവിടെ എങ്ങനെ വാർഡ്രോബിൽ ഇരുന്നങ്ങ് പോവുകയുള്ളൂ. അതൊക്കെ എല്ലാവർക്കും അറിയണ കാര്യം തന്നെയാവുമെന്ന് വിചാരിക്കണു ഞാൻ. അപ്പം നെക്സ്റ്റ് സൈഡ് ഞാനിതാ ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ താഴെ വരുന്ന ചെറിയ ഏറ്റക്കുറച്ചിലുകൾ അതൊക്കെ നമുക്ക് ഫൈനലി നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് ട്രിം ചെയ്ത് കൊടുക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയും ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്കുള്ളൊരു വള്ളി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അത് ഞാൻ അധികം കാണിക്കണ്ടാവില്ല. ഫ്രണ്ട് പാർട്ട് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്രണ്ട് പാർട്ടിൽ ഈ ഓരോ പീസും ജോയിൻ ചെയ്തപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡ് തയ്യൽ തുമ്പ്
പതിച്ച് വെച്ച് അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ ബോണിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ബോണിങ് ആ വയറില്ലേ കോസറ്റിൻ്റെ അതുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്കതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ അതൊന്നും കൊടുക്കണില്ല. അപ്പോൾ നമ്മൾ ഈ തയ്യൽ തുമ്പ് പതിച്ച് വെച്ച് അടിച്ചിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഒരു ലൈനിങ് പാർട്ടും കൂടെ വേണം. പിന്നെ അതാണ് കുറച്ചും കൂടെ ദേഹത്ത് തട്ടാതിരിക്കാൻ കംഫേർട്ട്. അപ്പോൾ അടുത്ത ലൈനിങ് 2 ലെയർ ലൈനിങ് വേണം. അപ്പോൾ ഈ ലൈനിങ് ഞാനിങ്ങനെ വരച്ച് കട്ട് ചെയ്തിട്ട് ആ ലൈനിങ്ങിനകത്ത് നെക്ക് മാർക്ക് ചെയ്തിട്ട് അടിച്ച് മാർക്ക് ചെയ്യാണ് ചെയ്യണത് കേട്ടോ. അതായത് ഞാൻ ക്യാൻവാസിലല്ല ഇതിൻ്റെ നെക്ക് ഫിനിഷ് ചെയ്യണത് എന്ന് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു പോയിൻ്റ് എങ്കിലും അധികം ഇട്ടിട്ട് നമുക്ക് കട്ട് ചെയ്യുമ്പോൾ കട്ട് ചെയ്തെടുക്കാം. കറക്റ്റ് വരച്ച ആ മാർക്കിൽ കൂടെ കട്ട് ചെയ്യണ്ട, നമ്മൾ അടിച്ച് മാർക്ക് ചെയ്യല്ലേ. അപ്പോൾ എന്തെങ്കിലും ഒരു കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു പോയിൻ്റൊക്കെ വേണമെങ്കിൽ നീക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ചെറുതായിട്ട് ഒരു പോയിൻ്റ് നീക്കിയാൽ മതി, അതിൽ കൂടുതലൊന്നും നീക്കണമെന്നില്ല. കാരണം ഇത് നെക്കടിച്ച് മറിച്ച് നമ്മൾ തിരിച്ച് എടുക്കുന്ന സമയത്തേക്ക് നമുക്ക് വലിയ തെറ്റില്ലാതെ കിട്ടും. അപ്പോൾ ഇങ്ങനെ ലൈനിങ് ചെയ്യുമ്പോൾ ആ നെക്കിൻ്റെ പോർഷനും ഷോൾഡറിൻ്റെ പോർഷനും ഒക്കെ എളുപ്പത്തിൽ കൺസീലായിട്ട് കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്ക് പാർട്ടും നമുക്കിങ്ങനെ തന്നെ ചെയ്യണം. ഇത് നമ്മൾ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും ജോയിൻ ചെയ്തതിന് ശേഷമാണ് ഈ ലൈനിങ് കട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ 2 ഇഞ്ചിൽ നെക്ക് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. 2 ഇഞ്ച് വീതിയും 3.5 ഇഞ്ച് ഇറക്കും. അതാവുമ്പോൾ 1/2 ഇഞ്ച് അടിച്ച് പോകുമ്പോൾ നമുക്ക് 3 ഇഞ്ചിൽ ഫ്രണ്ടിലെ നെക്ക് കിട്ടും. എന്നിട്ട് ഞാൻ ആ നെക്കിൻ്റെ ഒരു ഷേപ്പ് എടുക്കുന്നുണ്ട്. യു അല്ല, ജസ്റ്റ് ഇങ്ങനെ ഒരു, ഞാൻ ആ ഡ്രാഫ്റ്റ് വരച്ചപ്പോൾ നിങ്ങൾക്ക് കാണിച്ചിരുന്നല്ലോ ആ ഒരു ഇത്. എന്നിട്ട് ഞാനിത് കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഇത് ഞാൻ കട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ക്യാൻവാസ് കട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണോ കട്ട് ചെയ്യണത് അതേപോലെയാണ് കട്ട് ചെയ്യണത് കേട്ടോ. ഒരു ബ്രിഡ്ജ് നിർത്തിയിട്ട് നമ്മൾ ക്യാൻവാസ് മറക്കി ചെയ്യാൻ വേണ്ടിയിട്ട് തുണി കട്ട് ചെയ്യുമ്പോൾ കട്ട് ചെയ്യില്ല, ജസ്റ്റ് ഒരു ബ്രിഡ്ജ് നിർത്തിയിട്ട്. അതെന്തിനാ അങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെക്കിൻ്റെ അകലം മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 2 ഇഞ്ചാണ് എനിക്ക് അടിച്ച് കഴിയുമ്പോൾ കിട്ടേണ്ടത്. അതുകൊണ്ട് ഞാൻ ഉള്ളിൽ നിന്ന് 4 ഇഞ്ച് ഉള്ളിലേക്ക് നിർത്തിയിട്ടാണ് കട്ട് ചെയ്യണത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ ദൈവമേ. ഓക്കെ, ഇപ്പോൾ മനസ്സിലായോ? അതായത് മൊത്തം അടിച്ച് കഴിയുമ്പോൾ എനിക്ക് 4 ഇഞ്ചാണ് നെക്കിൻ്റെ വീതി ടോട്ടൽ കിട്ടുക. ആ രീതിക്കാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ ബ്രിഡ്ജ് നിർത്തിയിട്ട് കട്ട് ചെയ്യാണ് എപ്പോഴും നല്ലത് കേട്ടോ. ക്യാൻവാസിലാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ അത് തന്നെയാണ് നല്ലത്. ഇനി അവിടെ സെൻറ്റർ മാർക്ക് ചെയ്യാൻ നോച്ച് കട്ട് ചെയ്യാൻ സ്ഥലമില്ല, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ചോക്ക് വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇതാ ഇതിൻ്റെ സെൻറ്ററും മാച്ച് ചെയ്ത് വയ്ക്കുക. ദെൻ നമുക്കിതിനെ അടിച്ച് മറിച്ചെടുക്കാം കേട്ടോ. ഒരു പിന്ന് വെച്ചിട്ട് ഞാനത് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ അബദ്ധവശാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നീങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അതാ സ്ലോലി സ്റ്റിച്ച് ചെയ്താൽ മതി, സ്പീഡിൽ സ്റ്റിച്ച് ചെയ്യേണ്ട. ഞാൻ സ്ലോയിലാണ് സ്റ്റിച്ച് ചെയ്യണത്. ഇത് 2x സ്പീഡിലാണ് വീഡിയോ ഇട്ടിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് സ്പീഡായിട്ട് തോന്നുന്നതാണ് കേട്ടോ. 2 തവണ അടിച്ചോളൂ. 2 തവണ അടിക്കുമ്പോൾ എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ സോൾവ് ചെയ്യാം. പിന്നെ ഒരു സ്റ്റിച്ച് ഒന്ന് ഫേമായിട്ടിരിക്കുകയും ചെയ്യും. പിന്നെ നോച്ച് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ നൂലിലേക്ക് കട്ട് ചെയ്യാതെ ആ നൂലിൻ്റെ ടിപ്പ് വരെ നന്നായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് മുറിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ എഡ്ജ് നിർത്തിയിട്ടുള്ളത് നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു കറക്റ്റ് ഒരു യു അല്ലല്ലോ, ഒരു സ്വീറ്റ് ഹാർട്ട് കൈൻഡ് ഓഫ് നെക്കല്ലേ. അതുകൊണ്ട് ഒരു എന്താ പറയുക, മറിച്ചെടുക്കുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് അഡീഷണൽ നോച്ചസ് കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യാം കേട്ടോ. പക്ഷേ ഈ പറഞ്ഞ പോലെ കട്ട് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് കട്ട് ചെയ്യുക. നൂലിൽ വീഴാതെ കട്ട് ചെയ്യുക കേട്ടോ. ഇനി ഞാനിത് ഇവിടെ പതിച്ചടിക്കണമൊന്നുമില്ല, ഇതിങ്ങനെ വെക്കുകയാണ്. ഇതിന് ശേഷം നമുക്ക് ബാക്ക് സൈഡും ഇതേപോലെ ചെയ്തതിന് ശേഷം നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ തന്നെ പതിച്ചടിച്ച് ജോയിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഷോൾഡർ ജോയിൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്, കുറച്ച് കൺസീൽഡായിട്ട് ജോയിൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പും കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഉള്ളിലേക്ക് പോകാം. അപ്പോൾ അവിടെയും നമ്മൾ വേറെ വയർ സ്ട്രിപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ ലോക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമൊന്നും വരില്ല. കുട്ടികൾക്ക് എപ്പോഴും ഇത് എത്രയൊക്കെ കൺസീൽഡായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമോ അത്രയും കൺസീൽഡായിട്ട് സ്റ്റിച്ച് ചെയ്യണതാണ് നല്ലത് കേട്ടോ. നമുക്ക് ആദ്യം ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം മാത്രം എക്സസ് ഉള്ള എഡ്ജൊക്കെ ട്രിം ചെയ്തെടുക്കാം. ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും ലൈനായിട്ട് ഒരുമിച്ച് വരണ പോലെ തന്നെ വെച്ചിട്ട് നമുക്ക് ചെയ്താൽ മതി കേട്ടോ. ഇപ്പോൾ ഒന്നും പിടിച്ച് വെട്ടാനും ഒന്നിനും നിൽക്കണ്ട.
അതാണ് ഒരു സേഫർ സൈഡ്. നമുക്ക് ആദ്യം ഇങ്ങനെ വെട്ടിയൊന്ന് സെറ്റാക്കി വെക്കാനൊക്കെ തോന്നും, പക്ഷെ വേണ്ട, അത് ആ രീതിക്ക് തന്നെയാണ് നല്ലത്. ഈ സ്റ്റേജിൽ നമുക്കൊന്ന് അയൺ ചെയ്തെടുക്കാം, നന്നായിട്ടൊന്ന് ബാക്ക് ഒന്ന് അയൺ ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതുപോലത്തെ ഫാബ്രിക്കൊക്കെ ആണെങ്കിൽ ബാക്ക് സൈഡിൽ നിന്ന് ഒന്ന് അയൺ ചെയ്തെടുക്കുക, ഒരിക്കലും അതിൻ്റെ ഫ്രണ്ടിൽ അയൺ ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് എന്താ പറയുക, പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് ഇതിൻ്റെ സ്കേർട്ട് പോർഷൻ ജോയിൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഇത് ഒന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത്, സ്കേർട്ട് പോർഷൻ ജോയിൻ ചെയ്യാനൊക്കെ, ഒരു സ്ട്രെയിറ്റ് സ്കേർട്ട് പോർഷൻ ജോയിൻ ചെയ്യാനൊക്കെ ആർക്കപ്പം അറിയാത്തത്. ഒരുവിധം അറിയുന്നവരായിരിക്കും എൻ്റെ ഈ വീഡിയോ കാണുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ ഉള്ള തുണിയിൽ ഗ്യാദേഴ്സ് ഇട്ടിട്ട് എടുത്തിട്ടുണ്ട്, അതായത് ലോങ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് അതിനെ വലിച്ച് ഗ്യാദേഴ്സ് ഇട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് കോർസെറ്റ് ഇങ്ങനെ ഒരു യു ഷേപ്പിലാണല്ലോ നമ്മളത് വെട്ടിയിട്ടുള്ളത്, ആ ഷേപ്പിലോട്ട് നമ്മളിതിന് ഇതിനെ അലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കാനുള്ള ഒരേ ഒരു കാര്യം, നമ്മുടെ രണ്ട് എൻഡിൽ തയ്യൽ തുമ്പ് വരുന്ന ഭാഗം, ആ ഭാഗത്ത് ഗ്യാദേഴ്സ് കൊടുക്കേണ്ട, അവിടെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഫ്രീ ആയിട്ട് ഇട്ടാൽ മതി. ആ ഗ്യാദേഴ്സിനെയും കൂടെ നമുക്ക് ബാക്കിയുള്ള സ്ഥലത്തേക്ക് ആക്കി കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടി ഗ്യാദേഴ്സ് വേണ്ട സ്ഥലത്ത് കിട്ടില്ല. നമ്മൾ ജോയിൻ ചെയ്യുന്ന സ്ഥലത്ത് ഗ്യാദേഴ്സ് വരുന്നതുകൊണ്ട് ഉപകാരമില്ല, സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഉപദ്രവമാണ്. ഇപ്പോൾ എൻ്റെ ഫ്രോക്കിൻ്റെ കംപ്ലീറ്റ് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടും അതിൽ ഞാൻ കാണിക്കാത്തത് സ്ലീവ് സ്റ്റിച്ച് ചെയ്തതും ആ സ്കേർട്ട് പോർഷൻ ജോയിൻ ചെയ്തതൊക്കെയാണ്. ഈ വള്ളി അടിക്കണത്, അതിങ്ങനെ അടിച്ച് മറിച്ചെടുക്കണത്, ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇത് നമ്മൾ എങ്ങനെയാണോ ഷൂ ലേസ് കെട്ടണേ അതേപോലെ തന്നെ ഈ വള്ളി ലൂപ്പിൻ്റെ ഉള്ളിലേക്കായിട്ട് കെട്ടി കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇത് ഞാൻ ലെവൽ ചെയ്തത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ, ഞാനിതിനെ സ്റ്റിച്ച് ചെയ്തതിന് സ്കേർട്ട് പോർഷൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഞാനൊരു ഹാങ്ങറിൽ കൊളുത്തിയിട്ടിട്ട് അതിൻ്റെ അറ്റം ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ എൻ്റെ മോളുടെ ഹെൽപ്പ് എടുത്തിട്ടാണ് കട്ട് ചെയ്തത്. അവളോട് ഇങ്ങനെ അറ്റത്തേക്ക് ഇങ്ങനെ പിടിക്കാൻ പറഞ്ഞു. അപ്പോൾ എക്സസ് വന്ന അടിച്ച്, അതായത് നമ്മുടെ ഫ്രണ്ടിൽ ആ ഒരു യു ഷേപ്പ് വരുന്നതുകൊണ്ട് കുറച്ചിങ്ങോട്ട് ഇറങ്ങി നിൽക്കുമല്ലോ, ആ ഭാഗത്ത് മാത്രം ഇത്തിരി ഇറങ്ങി നിൽക്കും. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് താഴത്തെ ഭാഗം റോൾഡ് ഹെമ്മാണ് കേട്ടോ കൊടുത്തത്, റോൾ ഹെം ചെയ്തെടുക്കുകയാണ് ചെയ്തത് ഞാൻ. അപ്പോൾ അങ്ങനെ അത് ചെയ്തു. പിന്നെ ഈ വള്ളി സ്റ്റിച്ച് ചെയ്തു, അത് ബാക്കിൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നു. ഫ്രണ്ടിലൊരു ബോ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, അത് ഇതിന് ശേഷമാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു ഡ്രസ്സിലേക്ക് ചെയ്യണത് ഒരു ഹെയർ ആക്സസറി, അതായത് ഒരു കുറച്ച് കുഞ്ഞൊരു ബോ ചെയ്തെടുക്കണം തലമുടിയിൽ വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ ഇടയിലേക്ക് ഒരു ഹൂപ്പ് സ്കേർട്ട് ചെയ്യണം കേട്ടോ. ആ ഹൂപ്പ് സ്കേർട്ട് ഏതെങ്കിലും കോട്ടൺ തുണിയിൽ ചെയ്യാവും നല്ലത്, അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ജസ്റ്റ് ഞാനതൊന്ന് ഇടിയിപ്പിച്ച് നോക്കിയതാണ് കേട്ടോ. അത് കംപ്ലീറ്റ് ഇതിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടില്ല, പക്ഷേ കഴിഞ്ഞിടത്തോളം എങ്ങനെയുണ്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് ഒന്ന് ഇടിപ്പിച്ച് നോക്കിയതാണ്. ഹൂപ്പ് സ്കേർട്ടിന് പകരം ഞാൻ താഴെ അവൾക്കൊരു വേറെ പാവാട ഇട്ട് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് പിന്നെ നമുക്കിനി ഹൂപ്പ് സ്കേർട്ട് തുന്നുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ഞാൻ വേറൊരു ദിവസമാണ് ഈ വീഡിയോ എടുത്തിട്ടുള്ളത്, മറ്റേത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് 1-2 ദിവസത്തെ തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇത് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ തുണി ഇങ്ങനെ 4 മടക്കിയിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ ഹൈറ്റ് വേണ്ടത് അതിനനുസരിച്ചിട്ട് ഇടുക. 4 മടക്കിയിട്ടിട്ട് 2 സൈഡിൽ ഞാൻ 3 ഇഞ്ച് വെച്ചിട്ടാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ടോട്ടൽ 8 പീസാണ് നമുക്ക് തരിക. അപ്പോൾ ഇതെങ്ങനെ പാനൽ മാർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. അരവണ്ണത്തിന് എത്ര പാനലുണ്ടോ അത് വെച്ച് ഡിവൈഡ് ചെയ്യുക. അതിൻ്റെ കൂടെ കുറച്ച് അലവൻസും കൂടെ കൂട്ടിയിട്ടിട്ട് കട്ട് ചെയ്തെടുക്കുക. അതാണ് ഞാൻ അലവൻസൊക്കെ ആഡ് ചെയ്തിട്ട് ഞാൻ 3 ഇഞ്ച് എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ പാവാടയുടെ അരഭാഗത്ത് ഇലാസ്റ്റിക് അല്ല, ഒരു വള്ളിയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ജോയിനായിട്ട് നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണോ ഒരു അണ്ടർ സ്കേർട്ട് തുന്നുക അതേപോലെ തന്നെ തുന്നുക. നമ്മളിപ്പോൾ തന്നെ അത് മുഴുവൻ തുന്നുന്നില്ല എന്ന് മാത്രം, പകുതി ഭാഗത്തോളം ആക്കിയിട്ട് ഫിനിഷ് ചെയ്തിട്ട് ജോയിൻ ചെയ്യേണ്ടത് അവസാനമാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പാനൽസ് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വൺസ് നമ്മളിത് ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ താഴത്തെ ഭാഗം ഒന്ന് മടക്കി അടിച്ചിട്ട് ഇതിൽ നമുക്ക് ക്യാൻ ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ഉടുപ്പിൻ്റെ താഴേക്ക്, കുട്ടികളുടെ ഉടുപ്പിൻ്റെ താഴേക്ക് ഇങ്ങനെ പൊങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ക്യാൻ സ്ട്രിപ്പ്, അതിനെന്താ ഹോൾസ് ഹെയർ ക്യാൻ ലേസോ അങ്ങനെ എന്തോ ആയിരുന്നു അതിൻ്റെ പേര്. ഞാനൊരു 1 ഇയർ ബാക്ക് മീഷോന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. അധികം റേറ്റ് വന്നിട്ടില്ലേ, 100 ചില്ലറ 200 രൂപയിൽ താഴെ എന്തോ ആയിട്ടുള്ളൂ. അത് പക്ഷേ ഞാനത് ഇതുവരെ എവിടെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിലാണ് ആദ്യമായിട്ട് യൂസ് ചെയ്യണത്. പിന്നെ ഇതിൽ നമ്മൾ ഈ ഹൂപ്പ് സ്കേർട്ട് ശരിക്കും ചെയ്യാൻ ബോണിങ് സ്ട്രിപ്പ് വെച്ചിട്ടാണ്. ബോണിങ് സ്ട്രിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോസറ്റ് ടോപ്പിൻ്റെ ഉള്ളിലൊക്കെ ആ ഒരു സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക് വയർ ഇങ്ങനെ കയറ്റി കൊടുക്കുന്നത് കണ്ടിട്ടില്ലേ, അതാണ് ബോണിങ് എന്ന് പറയുന്നത്. അതാണ് ഈ റൗണ്ടായിട്ട് ഇതിനകത്തോട്ട് അറ്റാച്ച് ചെയ്യുക. പക്ഷേ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഈ ക്യാൻ ലേസ് നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഇത് ഒരു ക്രോസ് സ്ട്രിപ്പിൻ്റെ അല്ലെങ്കിൽ ക്രോസ് ബയാസിൽ പോകുന്ന പോലത്തെ ഒരു സംഗതിയാണ്. നമുക്കിങ്ങനെ വളച്ച് വെച്ച് കൊടുത്ത് തയ്ക്കാനൊക്കെ പറ്റും. ഈ അരികു ഭാഗത്ത് താഴെ കുട്ടികളുടെ ഫ്രോക്കിൻ്റെ അരികിൽ വെക്കണതാണല്ലോ. അപ്പോൾ അത് ഈസി ആയിട്ട് ഇതങ്ങനെ വളച്ച് തുന്നി കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് എത്ര ലൈൻ ആണോ വേണ്ടത്
അതിനനുസരിച്ചിട്ട് നമുക്ക് ഈ എൻറ്റയർ പാവാടയിൽ തുന്നി കൊടുക്കാം. ഞാനൊരു 3 ലെയർ തുന്നുന്നുണ്ട്. ഒരു 8 ഇഞ്ച് വിഡ്ത്ത് വ്യത്യാസത്തിൽ ഒരു 3 ലെയറോളം തുന്നി കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 സൈഡും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിത് ഒന്ന് ഫിനിഷ് ചെയ്തതിന് ശേഷം കാണിച്ചാൽ ഇതൊന്നുമില്ലല്ലോ, നിങ്ങൾക്ക് അറിയണതല്ലേ. ഇതിങ്ങനെ വെറുതെ നമ്മൾ അറ്റം വരെ വെച്ച് തയ്ക്കുക. അപ്പുറത്തെ ഭാഗം ഒരു ലേസ് എങ്ങനെയാണോ വെച്ച് തയ്ക്കണേ അതേപോലെ തന്നെ വെച്ച് തയ്ക്കുക. ഇത് സ്ട്രെയിറ്റ് ഇതല്ല, വളഞ്ഞ് വരും. അങ്ങനെയാണ് അതിൻ്റെ ഒരു അലൈൻമെൻറ്റ്. അപ്പോൾ ഇതാണ് ഞാൻ തുന്നിയെടുത്തിട്ടുള്ള ഹൂപ്പ് സ്കേർട്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഞാൻ വെറുതെ അവിടെ ഇട്ട ഡ്രസ്സിൻ്റെ അടിയിൽ ഇടിപ്പിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുത്താണ്. അത് എങ്ങനെ നിൽക്കുന്നതെന്ന് അറിയാനേ. ഇപ്പോൾ അത് ആ ലൈനിങ്ങിൻ്റെ തുണി ആയതുകൊണ്ടാണ് അതിങ്ങനെ ഒരു അലഞ്ഞ് നിൽക്കുന്നൊരു ഫീലുള്ളത്. അപ്പോൾ അത് ഞാൻ വിരിച്ച് വെച്ചിട്ട് കാണിച്ച് തരുന്നതാണ് കേട്ടോ. ഇങ്ങനെയാണ് ഇപ്പോൾ ഞാൻ തുന്നിയിട്ടുള്ളത്. ആ ഒരു ഇതിൻ്റെ ക്യാൻ സ്ട്രിപ്പിൻ്റെ ഒരു പാറ്റേൺ കണ്ടോ, അത് നമുക്കിങ്ങനെ വളച്ച് തുന്നിയെടുക്കാൻ പറ്റുള്ളൂ. അതിങ്ങനെ ബ്രെയ്ഡ് ചെയ്തിട്ടുള്ള പോലെയാണ് അതിൻ്റെ ഉള്ളിലെ ടങ്കീസ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് ക്രോസ് സ്ട്രിപ്പ് വെച്ചൊന്ന് ഫിനിഷ് ചെയ്തിട്ട് തുന്നണം. കാരണം എഡ്ജ് കുറച്ച് ഷാർപ്പാണ്. അപ്പോൾ അത് മേത്ത് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് ഇനി ഈ ഡ്രസ്സിലേക്കുള്ള പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഹെയർ ആക്സസറി പിന്നെ ബോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഓൾറെഡി ഞാനിത് ബോ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അന്ന് ഒരു മെറ്റൽ ഹെഡ് ബോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതല്ലാണ്ട് ഒരു ബ്ലാക്ക് ഹെഡ് ബോ, ബട്ടർഫ്ലൈ ഇതൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്ത് നോക്കാം. എന്നിട്ട് ഇതെങ്ങനെയാണ് വരണേന്നുള്ളത് നോക്കാം. ഭംഗിയുള്ളത് നമുക്ക് എടുക്കാം, മറ്റേത് നമുക്ക് എന്താ വെച്ചാൽ ചെയ്യാം കേട്ടോ. അപ്പോൾ തൽക്കാലം ഞാൻ ഈ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിക്കാനായിട്ട് നോക്കുന്നുണ്ട്. കാര്യം ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിച്ചപ്പോൾ അത് ഒട്ടി, പക്ഷേ കുറച്ച് കഴിഞ്ഞ് അതങ്ങ് പോരുകയാണ് കേട്ടോ. അപ്പോൾ ഗ്ലൂ ഗണ്ണ് അത്രയ്ക്ക് സ്ട്രോങ് അല്ല. ഞാൻ ഈ അലിഗേറ്റർ ക്ലിപ്പിലൊക്കെ ഇത് വെച്ച് നല്ല ഭംഗിയായിട്ട് ഒട്ടിച്ചു. അപ്പോൾ അത് നല്ല ഭംഗിയായിട്ട് ഇരുന്നു. പിന്നെ ആ ബട്ടർഫ്ലൈയുടെ ക്ലിപ്പും ഇതേപോലെ അലിഗേറ്റർ ക്ലിപ്പിലേക്ക് ഒട്ടിച്ചു കേട്ടോ. ബട്ടർഫ്ലൈയുടെ ക്ലിപ്പല്ല, ആ ഒരു എന്താ ഇതിന് പറയണത്, ഓരോരോ ബട്ടർഫ്ലൈ. അത് 15 രൂപയായിട്ടാണ് നമ്മളന്ന് ഫിജിയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ഞാൻ ഹെഡ് ബാൻഡിലേക്ക് ഇങ്ങനെ ഡ്രസ്സിൽ വെച്ച് അതേപോലത്തെ ബോ വെച്ചു. പക്ഷേ ഇത് തലയിൽ വെച്ച് നോക്കിയപ്പോൾ അത്രയ്ക്കൊരു ഭംഗി തോന്നിയില്ലാത്തത് കൊണ്ട് ആ ബോ അഴിച്ചിട്ട് ഞാൻ പിന്നീട് ഡ്രസ്സിൻ്റെ ബാക്ക് സൈഡിലേക്ക് ഗ്ലൂ ഗൺ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യേണ്ടതായിട്ടോ. ഇതിപ്പോൾ തൽക്കാലം ഞാനിപ്പോൾ കാണിക്കാം നമ്മൾ ചെയ്തെടുത്തത്. ഇനി നമുക്ക് ഈ അലിഗേറ്റർ ക്ലിപ്സിന് ഒന്നിന് 5 രൂപയായിട്ടാണ് ഞാൻ വാങ്ങിയത്. അങ്ങനെ വാങ്ങുകയാണെങ്കിൽ ഇതേപോലെ കുഞ്ഞു ഹെയർ ക്ലിപ്സ് ഉണ്ടാക്കി വെക്കുക കേട്ടോ. ഗ്ലൂ ഗൺ വെച്ചിട്ട് ചിലർക്ക് നന്നായിട്ട് സെറ്റാക്കി കിട്ടും. അപ്പോൾ ഇതാണ് നമ്മൾ ആ ഒരു സെറ്റിൽ ചെയ്തിട്ടുള്ള സാധനങ്ങൾ. ഇനിയിപ്പോൾ അവളെ ഞാനതൊന്ന് ഇടിയിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ആ ഹെഡ് ബാൻഡ്, ബ്ലാക്ക് ഹെഡ് ബാൻഡിലുള്ള അത് അത്ര സെറ്റായിട്ട് തോന്നിയില്ല. അപ്പോൾ ഞാനത് പശ വെച്ചിട്ട് ഈ ബാക്ക് സൈഡിൽ കറക്റ്റ് റൈറ്റ് സെൻറ്ററിലായിട്ട് ഗ്ലൂ ഗൺ വെച്ച് പശ തേച്ചിട്ടുണ്ട്. എന്നിട്ട് അതങ്ങ് ഒട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ആ വള്ളിയിൽ ടച്ച് ചെയ്യാതെയാണ് ഒട്ടിച്ച് കൊടുക്കണേ. സോ ദാറ്റ് നമുക്ക് ആ വള്ളി അഴിക്കും വീണ്ടും തിരികെ കെട്ടും വേണമല്ലോ. കാരണം വള്ളി ഫിക്സ് ചെയ്തിട്ടുള്ളതല്ല, അത് ഓരോ തവണ ഇടുമ്പോഴും ഇങ്ങനെ അഴിക്കും കെട്ടിയും കൊടുക്കും വേണം കേട്ടോ. അതേപോലെയാണ് അതിൻ്റെ ഫിറ്റിങ്. ഓക്കെ, എൻ്റെ തലയിൽ എന്തോ നൂലോ എന്തോ തടഞ്ഞിരിക്കുന്നുണ്ട്, ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്താണ് ആ ഒരു നൂല് ശ്രദ്ധിക്കണത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് ഇടിപ്പിച്ചിട്ടുള്ളത്. നമസ്ക്ക് ചെറിയ ചുമയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് വയ്യാതിരിക്കുകയായിരുന്നു. എന്നാലും ഞാൻ പറഞ്ഞപ്പോൾ ഇതിട്ട് കാണിക്കാമെന്ന് സമ്മതിച്ചു കേട്ടോ. അതിൻ്റെ അടിയിൽ ആ ഹൂപ്പ് സ്കേർട്ട് ഇട്ടിട്ടുണ്ട്. ഫ്രണ്ടിൽ ഇത് അങ്ങനെ ഒരു ബോ കൊടുത്തിട്ടുണ്ട്. മറ്റേ അലിഗേറ്റർ ക്ലിപ്പിൽ ഹെയറിലേക്ക് വേണ്ടി ചെയ്ത സംഗതികളാണ് കേട്ടോ. ഡ്രസ്സിൽ വെറുതെ ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് നമുക്ക് റിമൂവ് ചെയ്യുമോ, നമുക്ക് എവിടെ വേണ്ട വെച്ചാൽ അവിടെ കുത്തി വയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. നമ്മൾ ഇഷ്ടം പോലെ ചെയ്യാം. പിന്നെ തലമുടിയിൽ ഞാൻ ആ ഒരു ബട്ടർഫ്ലൈ വെറുതെ ഇങ്ങനെ കുത്തി കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഇപ്പോഴത്തെ ഇതൊന്നും നിങ്ങൾ നോക്കണ്ട, ജസ്റ്റ് എനിക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ വെച്ചു എന്ന് മാത്രം. അത് അവൾ ഊരിയെടുക്കുകയൊക്കെ ചെയ്യും. ഞാൻ ഈ ഡ്രസ്സിൻ്റെ നെക്കിലേക്ക് എന്തെങ്കിലും വർക്ക് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി വേണ്ട. കാരണം ഇതങ്ങനെ എപ്പോഴും യൂസ് ചെയ്യാനും പോകുന്നില്ല. കാരണം ഇതിൽ ഒരുപാട് ഗ്ലിറ്റർ ഫോളുണ്ട്. ദേഹത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഇങ്ങനെ ഗ്ലിറ്റർ ആവുന്നുണ്ട്. അപ്പോൾ പിന്നെ നെക്കിൽ ഒരുപാട് വർക്ക് ചെയ്തെടുക്കും വേണ്ടാന്ന് വെച്ചിട്ട് അതങ്ങനെ ഒഴിവാക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും റിമൂവബിൾ ആയിട്ടുള്ള എംബ്ലിഷ്മെൻറ്റ് നമുക്ക് വേണമെങ്കിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ ക്ലിപ്പ് കുത്തിരിയണ പോലെ വേണമെങ്കിൽ കുത്തി വയ്ക്കാം, അല്ലെങ്കിൽ അത് ഒഴിവാക്കാം. അങ്ങനെ അതല്ലാതെ തന്നെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ ഡേ ലൈറ്റിൽ കാണുന്നത് കൊണ്ടാണ് അത്രയ്ക്കൊരു ഷൈനിങ് ഫീൽ ചെയ്യാത്തത്. ശരിക്കും നല്ല ഒരു കുറച്ച് നമ്മുടെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത ഒരു കറക്റ്റ് നൈറ്റ് പാർട്ടി വൈബിന് പറ്റിയിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ. പക്ഷെ എല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഐ കുഡ് ഹാവ് ചൂസ് വെൽവെറ്റ്. അതാവുമ്പോൾ നല്ല ഒരു റോയൽ ലുക്കും കിട്ടും, ഈ ഒരു ഗ്ലിറ്റർ ഫോൾ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. എന്തായാലും ഞാൻ വാങ്ങിയത് വാങ്ങി.
നിങ്ങളിങ്ങനെ ഗ്ലിറ്റർ ഫോൾ ഉള്ള സംഗതികൾ ചൂസ് ചെയ്യാതിരിക്കുക തന്നെയായിരിക്കും നല്ലത്. കാരണം ഇതൊരു വലിയൊരു മെനക്കെടാണ് നമ്മുടെ ദേഹത്താവുന്നത് റിമൂവ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഈ ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട്, സ്റ്റിച്ച് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. പിന്നെ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത്, മെറ്റീരിയൽ കോസ്റ്റ് വന്നിട്ടുള്ളത് 280 റുപ്പീസിൽ 2 മീറ്റർ മെയിൻ ഫാബ്രിക്, 40 റുപ്പീസിൽ 2 മീറ്റർ ലൈനിങ് ഫാബ്രിക്, ആ മെറ്റൽ ബോയും ഹെയർ ക്ലിപ്പും എല്ലാം കൂടെ ഒരു 100 റുപ്പീസിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ മേക്കിംഗ് കോസ്റ്റ് എനിക്ക് വന്നിട്ടുള്ളത്. ഇനി ഇങ്ങനത്തെ ഒരു ഡ്രസ്സ് നിങ്ങൾ ഷോപ്പിൽ പോയിട്ട് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര രൂപ വരും എന്നുള്ളത് പറയാം. പിന്നെ ആ ഹൂപ്പ് സ്കേർട്ടിൻ്റെ റേറ്റ് ഞാനിതിൽ മെൻഷൻ ചെയ്തിട്ടില്ല കേട്ടോ. ഹൂപ്പ് സ്കേർട്ടിൻ്റെ ക്യാൻ ലൈസ്, അതിൻ്റെ തുണി, അതെല്ലാതും കൂടെ നമുക്കൊരു 300 റുപ്പീസ് അഗെയിൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയായിരിക്കും ഇതിൻ്റെ റേറ്റ് വരിക, അതിൻ്റെ സ്റ്റിച്ചിങ് ചാർജ് എത്രയൊക്കെ ആയിരിക്കും, നിങ്ങളുടെ ഒരു എക്സ്പെക്റ്റേഷനിൽ വരിക എന്നുള്ളതൊക്കെ താഴെ കമൻറ്റ് ചെയ്താൽ വായിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.